എല്ലാവർക്കും മല്ലുടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇതേപോലത്തെ ഒരു LED ട്യൂബിൻ്റെ റീയൂസാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഇതിനൊരു 400-800 രൂപയൊക്കെ വരുന്നുണ്ട്. അപ്പം ഇത് ചീത്തയായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ഇതിലേക്ക് ഒരു സ്ട്രിപ്പ് ലൈറ്റ് 60 രൂപയ്ക്ക് സ്ട്രിപ്പ് ലൈറ്റ് വാങ്ങിച്ച് ഒട്ടിച്ചാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അത് നമ്മൾ റിമോട്ട് വെച്ചാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് നേരെ ഇതിലേക്ക് കിടക്കാം. നമുക്കിന്ന് LED ട്യൂബ് ലൈറ്റ് ഉണ്ടാക്കിയെടുക്കാൻ ഇത്രയും സാധനങ്ങൾ ആവശ്യമുണ്ട്. ഒരു ചീത്തയായ ട്യൂബ് ലൈറ്റ്, പിന്നെ ഒരു സ്ട്രിപ്പ് ലൈറ്റ്, നമുക്ക് ഇത് കണക്ട് ചെയ്യാനുള്ള RGB സ്ട്രിപ്പ് ലൈറ്റ്, പിന്നെ അതിൻ്റെ കൺട്രോളർ, പിന്നെ അതിൻ്റെ റിമോട്ടും, പിന്നെ ഇത് ഓണാക്കാനുള്ള അഡാപ്റ്ററും. അപ്പോൾ നമുക്ക് നേരെ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഈ ട്യൂബ് ലൈറ്റിൻ്റെ രണ്ടറ്റവും നമുക്ക് ഇളക്കിയെടുക്കണം. അതിന് ഇതേപോലത്തെ ഒരു ഗ്യാപ്പിൽ നമ്മൾ ഈ സ്ക്രൂ ഡ്രൈവർ കയറ്റി നമുക്ക് പുറത്തെടുക്കാം. നമുക്ക് ഈ സൈഡ് ഇളക്കാം. ഇളക്കി. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തുള്ള ഈ ലൈറ്റ് നമുക്ക് ഊരിയെടുക്കാം. വയർ കട്ട് ചെയ്യാം. അതിന് മുമ്പേ കണക്റ്റഡാണ്. ഇത് ചീത്തയായതാണിത്. വയറും കൂടി ഇളക്കിയെടുക്കണം. ഇളക്കിയെടുത്തു. ഇതൊക്കെ ഇനി ഒരു ഉപയോഗം വരത്തില്ല. അടുത്തതായിട്ട് നമുക്ക് ഈ LED കൺട്രോളറിൽ നമുക്ക് 4 വയർ വരുന്നുണ്ട്. അതിൽ ഈ ഗ്രീൻ വയർ LED സ്ട്രിപ്പ് ലൈറ്റിൻ്റെ ഗ്രീൻ പോയിന്റിലേക്ക് കണക്ട് ചെയ്യണം. പിന്നെ റെഡ് വയർ Rലേക്ക് കണക്ട് ചെയ്യണം. ബ്ലൂ വയർ Bയിലേക്ക് കണക്ട് ചെയ്യണം. പിന്നെ ബ്ലാക്ക് വയർ 12 വോൾട്ടിലേക്ക് കണക്ട് ചെയ്യണം. അതിന് നമുക്ക് സോൾട്ടർ ചെയ്യണം. നമുക്ക് സോൾട്ടർ ആയിട്ട് വരാം. അപ്പോൾ നമ്മളിത് സോൾട്ടർ ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇത് അതിന് മുമ്പേ നമ്മൾ ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് നമ്മൾ ഒട്ടിച്ചായിരുന്നു. ഇനി നമുക്കിത് ഇതിലേക്ക് ഒട്ടിക്കാം. ആദ്യം അതിന് മുമ്പേ ഈ ടേപ്പൊക്കെ നമുക്ക് ഊരിയെടുക്കാം. അപ്പോൾ നമുക്ക് ഈ LED സ്ട്രിപ്പ് ലൈറ്റ് നമുക്ക് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. അതിന് മുമ്പ് നമ്മളൊരു നൂല് ഇത് ടൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നൂല് വെക്കാതെ ചെയ്ത പാടാണ്. നമ്മൾ ഡബിൾ സൈഡ് ടേപ്പ് ഊരി കഴിഞ്ഞു, അതുകൊണ്ട് ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ട് നമുക്ക് ആദ്യം ഈ നൂല് ഇതിൻ്റെ അകത്ത് ആട്ടാക്കാം. അത്രയും വലിയ നൂല് വേണ്ടായിരുന്നു. നമ്മൾ ഈ നൂല് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ആ സ്ട്രിപ്പ് ലൈറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇൻസേർട്ട് ചെയ്തു. നമുക്കിനി ഈ സ്ട്രിപ്പ് ലൈറ്റ് ഈ രീതിക്ക് വേണം ഒട്ടിക്കാൻ. ഇവിടെ ഒട്ടിക്കണം. അതായത് മുകളിലോട്ട് നോക്കി ആ LED ബൾബ് അങ്ങനെ വേണം ഒട്ടിക്കാൻ. ട്വിസ്റ്റായിട്ടുണ്ട് കുറേ. ഒട്ടിച്ചു. ഇനി എക്സസ് വന്ന ഭാഗം നമുക്ക് വെട്ടിക്കളയാം. ഇത് നമുക്ക് ഈ കൺട്രോളർ നമുക്ക് ഈ ഭാഗത്തിലേക്ക് നമുക്ക് സെലോ ടേപ്പ് വെച്ച് ഒട്ടിക്കാം. സെലോ ടേപ്പ് എടുക്കുമ്പം ഇതേപോലത്തെ ട്രാൻസ്പെറൻറ്റ് സെലോ ടേപ്പ് എടുക്കണം. മറ്റേ ബ്രൗൺ കളർ സെലോ ടേപ്പോ ഇൻസുലേഷൻ ടേപ്പൊന്നും ഉപയോഗിക്കണ്ട. അല്ലെങ്കിൽ ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് ഒട്ടിക്കാം. ഒട്ടിച്ചു. ഇത് ഒട്ടിച്ചു. നമുക്കിനി ഈ അടപ്പ് ഒട്ടിക്കാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ അവിടെ നിന്ന് ഈ സ്ട്രിപ്പ് ലൈറ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക്
ഈ അടപ്പ് നമുക്ക് ഈ ഭാഗം നമുക്ക് ഒട്ടിച്ചളയാം, അല്ല അടച്ചളയാം. അപ്പം റെഡിയായി. അപ്പം നമുക്ക് ഈ ട്യൂബ് ലൈറ്റ് നമ്മൾ ഈ റിമോട്ട് വെച്ചാണ് നമ്മളിത് വർക്കാക്കിപ്പിക്കുന്നത്. അപ്പം ഇതിൻ്റെ സിഗ്നൽ നമുക്ക് ഈ വയറിലൂടെയാണ് ഇതിൻ്റെ അകത്തോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടെസ്റ്റിംഗ് നോക്കാം. ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. നമ്മളൊരു അഡാപ്റ്റർ വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട് ഈ കൺട്രോളറിനെ. നമുക്ക് ടെസ്റ്റ് ചെയ്യാം. വർക്കാവുന്നുണ്ട്. നമുക്ക് വേറെ ലൈറ്റ് വയ്ക്കാം. ചുവപ്പ് വർക്കാവുന്നുണ്ട്, നീല വർക്കാവുന്നുണ്ട്, ഡാർക്ക് ബ്ലൂ, ചുവപ്പ്, പർപ്പിൾ. കണ്ടോ, നമ്മളിത് ഉണ്ടാക്കിയെടുത്തു. വളരെ സിമ്പിളാണ്. ഇത് ഒരു മാരത്തെ കളറാണ്. നമ്മളിന്നുണ്ടാക്കിയ ഈ ട്യൂബ് ലൈറ്റ് നിങ്ങൾക്ക് എന്തായാലും എപ്പോഴെങ്കിലും ഉപയോഗപ്പെടും. നിങ്ങൾക്കിത് സിമ്പിളായിട്ട് നമുക്ക് ലോ കോസ്റ്റിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉടനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നിൽക്കണ്ട. ആദ്യം നമ്മുടെ ഓരോ വീഡിയോ എടുത്ത് നോക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനിയൊരു നല്ല വീഡിയോയിലേക്ക് കണ്ടുമുട്ടാം. അന്നത്തേക്ക് ബൈ.